വെൽക്കം ടു കണ്ണാട് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ കിഡിലെ വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും ദോശ, ഒട്ടുമിക്ക ആൾക്കാർക്കും ദോശ ഇഷ്ടമാണല്ലേ. അപ്പോൾ ഈ ദോശ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ കാലത്ത് വീട്ടിലെ അമ്മമാർക്ക് ഈ സംഭവം ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ചില നേരത്ത് പ്രാന്ത് കയറും. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ അടി പിടിക്കലും അത് പിന്നെ കുത്തിയിട്ട് വരാണ്ടാവുമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തൊരു യുദ്ധം തന്നെയാണല്ലേ. പല പല പണികൾ നമ്മൾ പൊടിക്കൈകൾ നോക്കും. എന്താ പറയുക, നമ്മൾ സവാള ഇട്ട് ഉരച്ച് നോക്കും, മുട്ട ഓംലെറ്റ് ഒക്കെ അടിച്ച് നോക്കും, എന്നാലും സംഭവം റെഡി ആവില്ല. അങ്ങനെ ഒന്ന് പ്രാന്തായി നമ്മൾ വേറെ ചട്ടി മേടിക്കും, ഫ്രൈ പാനിലോട്ട് മാറും, ഈ കല്ലൊക്കെ അങ്ങ് മാറ്റി വയ്ക്കും. അപ്പം ഞാൻ വേറൊരു കാര്യം പറയും, എപ്പോഴും നമ്മൾ ദോശ നല്ല ദോശ കല്ലിൽ തന്നെ ചുടുന്നതാട്ടോ ഏറ്റവും ടേസ്റ്റ്. ഫ്രൈ പാനിൽ ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കല്ലൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ ലേശം തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്ന കല്ലുണ്ടെങ്കിൽ എടുത്തോ. അതേപോലെ പുതിയ കല്ലായാലും പെട്ടെന്ന് മയക്കെടുക്കാം. അതിനും ഈ വിദ്യ തന്നെ മതി കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള നമ്മുടെ വാളംപുളി, കോൽപ്പുളി, നമ്മുടെ സാമ്പാർ പുളി എന്നൊക്കെ പറയില്ലേ, ആ സാധനം കേട്ടോ. അതിന് ലേശം വെള്ളം ഒഴിച്ച് നല്ല കുഴമ്പ് പരുവത്തിൽ അങ്ങ് ആക്കാം. എന്നിട്ട് നമ്മുടെ പുതിയ ചട്ടി ആയിക്കോട്ടെ, അതേമാതിരി ഇങ്ങനെ നമ്മൾ അടി പിടിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഇങ്ങനത്തെ ഇതായിക്കോട്ടെ, ദോശക്കല്ലായിക്കോട്ടെ കേട്ടോ. അതിലേക്ക് നല്ല പോലെ അങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കാം. നല്ല പോലെ അങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കുക. തേപ്പാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി. ഇതിന് ശേഷം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഗ്യാസിലിട്ട് അങ്ങ് ചൂടാക്കാം. അപ്പോൾ ചൂടാക്കുമ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വെള്ളം ഇങ്ങനെ ഡ്രൈ ആവും കേട്ടോ. നമ്മൾ ലേശം കുഴമ്പ് പരുവത്തിലല്ലേ പുളി ആക്കിയെന്നുണ്ടെങ്കിലും ഡ്രൈ ആവും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്പൂണ് വെച്ച് ഒരു 10 മിനിറ്റ് നേരം കേട്ടോ ഇങ്ങനെ എല്ലാ അവിടത്തോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവുമ്പോൾ ആ സൈഡിലെ പുളിയൊക്കെ ഇങ്ങനെ കുറവല്ല തോന്നും. അപ്പോൾ നമ്മുടെ കയ്യിൽ പേസ്റ്റ് ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് ഇങ്ങനെ ആക്കി എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കല്ല് നല്ല ചൂടായി, ഇതൊക്കെ നല്ല പോലെ പുളിയൊക്കെ അതിനകത്ത് പിടിച്ച്, അതിനകത്ത് തുരുമ്പുണ്ടെങ്കിൽ തുരുമ്പ്, പുതിയ ചട്ടിയാണെങ്കിൽ അതിൽ എന്തൊക്കെ അഴുക്കുകളുണ്ടോ, എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ ഈ പുളി അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നടത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനിതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ചൂട് പോകണം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് പോകണം എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിനെ കഴുകി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തണുക്കട്ടെ. നമുക്ക് അടുപ്പിൻ്റെ ഇതിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പെട്ടെന്ന്, അതല്ലെങ്കിൽ അടുപ്പിൻ്റെ ചൂടും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നേരാവില്ലേ. അപ്പോൾ അത് അടുപ്പിൽ നിന്നൊക്കെ മാറ്റി വെച്ച് നല്ല പോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ നല്ല പോലെ ഡ്രൈ ആയിട്ടാണ് ആ പുളി അതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതേമാതിരി കൈ കൊണ്ട് തന്നെ നല്ല പോലെ റബ്ബ് ചെയ്ത് അങ്ങ് കൊടുക്കാം. ഇനി നമുക്കിതില്ലേ ഒരു ചകിരിയോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ വെച്ചിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് ഉരച്ചിട്ട് ആ പുളിയുടെ അത് അങ്ങോട്ട് കളയാം. അത് കളഞ്ഞതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാത്രം കഴുകുന്നത് ഏതാണോ, വിംബാറോ ലിക്വിഡോ എന്താണെന്ന് വെച്ചാൽ അത് ഇട്ടൊന്ന് ഉരച്ചങ്ങ് കഴുകിയത്. ആ കല്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ കല്ലിന് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങ് തുടച്ചെടുക്കാം കേട്ടോ. തുടച്ചിട്ട് ഇനി നമ്മൾ അടുപ്പത്തോട്ട് വയ്ക്കാം. അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമ്മളിതിനെ കല്ലിനെ നല്ല പോലെ ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നല്ലെണ്ണയില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദോശക്കല്ലായാലും എന്തായാലും നമ്മൾ എപ്പോഴും ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ചൂടോടുകൂടി ദോശക്കല്ല് ഒരിക്കലും കഴുകരുത്. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് ഇതേമാതിരി എണ്ണ പുരട്ടി ലേശം ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ ദോശക്കല്ല് നല്ല സെറ്റായിട്ടിരിക്കും. ഒരിക്കലും അങ്ങനെ പിടിക്കുക കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും നല്ല സ്മൂത്തായിട്ട് ദോശ ഇങ്ങ് വന്നോളും. അപ്പോൾ നമ്മുടെ കല്ല് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ പോരല്ലോ, നമുക്കിനി ഇതിനകത്ത് ദോശ ചുട്ട് നോക്കിയാലാണ് ദോശ പിടിക്കുന്നുണ്ടോ ഇല്ലേന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് എല്ലായിടത്തേക്കും നല്ലപോലെ ഇതാക്കി. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ ചൂടാക്കി ഇട്ട് അതിനെ നല്ലപോലെ എണ്ണ കുടിപ്പിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ എണ്ണയൊന്നും ഇല്ലാണ്ട് ആകെ ഡ്രൈ ആയിട്ടിരിക്കുകയല്ലേ. ഇനി നമ്മൾ സ്ഥിരം ഉപയോഗിക്കണവരാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടൊക്കെ ആറി കഴുകിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി ഓഫ് ചെയ്തിടുക, എണ്ണ പുരട്ടിയിട്ടേക്കാം. ആ ചൂട് മതി കേട്ടോ. ഇത് നമ്മൾ 10 മിനിറ്റ് ഓഫ് ചെയ്യാതെ തന്നെ ആ ചൂടിൽ ചെയ്യുമ്പോഴാണ് കിട്ടുള്ളൂ. ദോശ ഉണ്ടാക്കണം കേട്ടോ. ദോശ പരത്തി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്ത് കഴിയുമ്പോൾ എടുക്കുമ്പോഴാണ് ഇത് പിടിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ ദോശക്കല്ലുമ്പോൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് അത്ര സക്സസ് ആയി തോന്നില്ല. പക്ഷേ ഈ നമ്മുടെ പുളിയുടെ സംഭവം സൂപ്പറാന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് കണ്ടോ, ഒന്നും ചെയ്യേണ്ട, സുഖമായിട്ട് അങ്ങ് പോരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന കല്ലുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അപ്പോൾ ചെയ്യാൻ എളുപ്പമാണല്ലോ. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ആ വാളംപുളിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ചിലവർ നല്ലപോലെ അരിക്കുന്ന ദോശക്കല്ലായാലും പെട്ടെന്ന് പിടിക്കുമല്ലേ, പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ചട്ടക്കിട്ട് അങ്ങോട്ട് കുത്തലും പറയലും ഒക്കെ ചെയ്യും. അപ്പം അതിനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ ഉപ്പുപൊടി ഉണ്ടാവുമല്ലോ, ഉപ്പ് കല്ലാണെങ്കിലും കുഴപ്പമില്ല, ഉപ്പിൻ്റെ പൊടിയാണ് കൂടുതൽ നല്ലത് കേട്ടോ. അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അതായത് ഇങ്ങനെ പിടിച്ച് ഇരിക്കണ്ടാവില്ലേ, അതിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യോ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ റബ്ബ് ചെയ്യാം. അതായത് ആ ചൂടിൽ വേണം കേട്ടോ, ചെറു ചൂടിൽ, ഭയങ്കര ചൂടിലല്ല, ദോശക്കല്ലിന് ഉണ്ടാകുന്ന ആ ഒരു ചൂടില്ല അതിനകത്ത്. എന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്നും ഇട്ടിട്ടൊന്നും വെക്കേണ്ട, ഓഫ് ചെയ്താൽ മതി. ഓഫ് ചെയ്തിട്ട് ആ ഒരു ദോശക്കല്ലിൽ ഉണ്ടാകുന്ന ആ ചൂടിൽ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒരു കോട്ടൻ്റെ ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അങ്ങനെ പിടിക്കണ ഇതുകളൊക്കെ ഉണ്ടല്ലോ, ദോശക്കല്ലിൻ്റെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കംപ്ലീറ്റ് ആയിട്ട് പോകും. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഇട്ട് കുത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സംഭവം അത് കൂടുതൽ പോറലും കാര്യങ്ങളൊക്കെ വീഴും നമ്മുടെ കല്ലിന്, ഭയങ്കര പണിയാണ്. അപ്പം ഇങ്ങനെയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ ഇതുകളൊക്കെ അങ്ങ് പോകും. എന്നിട്ട് നമ്മൾ ആ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് കഴുകി കളഞ്ഞ് ലേശം എണ്ണ ഇതാക്കിയിട്ടെങ്കിൽ നല്ല സെറ്റായിട്ടിരിക്കും. അപ്പം അതേപോലെ തന്നെ വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ദോശ കല്ലിനകത്ത് ചിലപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സംഭവം പിറ്റേ ദിവസം എപ്പോൾ ദോശ ഉണ്ടാക്കിയാലും സംഭവം പിടിക്കും. അപ്പം അങ്ങനെ വരണവർ ഇനി പേടിക്കേണ്ട, നമുക്കൊരു കല്ലിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം. അപ്പം അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വാളംപുളിയില്ലേ അത് കുറച്ചൊരു കുഞ്ഞുണ്ടായിട്ട് എടുക്കാം. എന്നിട്ടൊരു കോട്ടൻ്റെ തുണിക്കകത്ത് പൊതിയാം. എന്നിട്ട് നമ്മൾ സാധാരണ മറ്റേ എണ്ണയൊക്കെ ഇങ്ങനെ ഇതാക്കി കൊടുക്കൂലേ, ചപ്പാത്തിയിലേക്കും ദോശയിലേക്കൊക്കെ ഇങ്ങനെ കിഴി പോലെ കെട്ടൂലേ, അതേമാതിരി കെട്ടിയിട്ട് ഇത് നമ്മുടെ നല്ലെണ്ണയിൽ ഒന്ന് മുക്കിയിട്ട് നമ്മൾ ഈ പിടിക്കുന്ന സമയത്തില്ലേ കല്ലുമ്മ ഒന്ന് ഇതാക്കി കൊടുക്കുക, നമ്മുടെ ദോശക്കല്ലുമ്മ കേട്ടോ, ചൂടോടുകൂടി തന്നെ. അതിനുശേഷം നമ്മൾ ദോശ ചുട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 പിടിക്കും, പക്ഷെ അത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് സംഭവം അങ്ങ് പോന്നോളൂ കേട്ടോ. ഈ സവാളയൊക്കെ നമ്മൾ റബ്ബ് ചെയ്യുന്നതിനേക്കാളൊക്കെ ഫാസ്റ്റായിട്ടുള്ള റിസൾട്ടാണ് ഇത് വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമ്മളെപ്പോഴും ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് കല്ല് നല്ല പോലെ തണുത്ത ശേഷം മാത്രം വേണം നമ്മൾ കഴുകണമെങ്കിൽ കേട്ടോ. അതിനുശേഷം ഇതേമാതിരി നല്ലെണ്ണ ഇല്ലേ അതങ്ങ് തൂത്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ കല്ല് നല്ല സെറ്റായിട്ടിരിക്കും. ഒരു തരി പോലും പിടിക്കുക കാര്യങ്ങളെ ഒന്നും ചെയ്യില്ല. അപ്പോൾ വീട്ടിൽ ഇതേമാതിരി എന്താ പറയുക സഹി കെട്ട് ദോശക്കല്ലിനെ മാറ്റി ഇതേമാതിരി വെച്ച് തുരുമ്പൊക്കെ പിടിച്ച് ഇരിക്കണമെങ്കിൽ അതെടുത്തോ, നല്ല സെറ്റാക്കി നമുക്ക് എടുക്കാം. നല്ല പുതിയ ദോശക്കല്ലായാലും പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് മയക്കി നല്ല സെറ്റാക്കി എടുക്കാം അല്ലേ. അതേമാതിരി ഇനി ഈ ദോശക്കല്ല് നമുക്ക് ചപ്പാത്തിയും ചുടാം, ദോശയും ചുടാം, ഒക്കെ എളുപ്പമായില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ കൂടുതൽ നല്ല ടിപ്പൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ശ്രുതി സൈനിങ് ഓഫ്. ബൈ.